നമസ്കാരം സഹകാർ റേസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, എന്നാൽ ഭയങ്കര എളുപ്പമുള്ളതുമാണ്. നമ്മൾ ആദ്യം അറിയേണ്ടത് നെർവസ് സിസ്റ്റം എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ദ ഫസ്റ്റ് വൺ ഈസ് നെർവസ് സിസ്റ്റത്തിനെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും പഠിച്ചിരിക്കുന്നു, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സെൻട്രൽ നെർവസ് സിസ്റ്റം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ്, എന്താണ് പെരിഫറൽ നെർവസ് സിസ്റ്റം നമ്മൾ പഠിച്ചതാണ്, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ആണെങ്കിൽ ബ്രെയിനും സ്പൈനൽ കോഡും. എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണെങ്കിൽ ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും സൊമാറ്റിക് നെർവസ് സിസ്റ്റം. എന്താണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആൻഡ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഇനി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണെങ്കിൽ സിമ്പത്തറ്റിക് ഡിവിഷൻ ആൻഡ് parasympathetic division. Okay അല്ലേ? Nervous system is classified into central nervous system, peripheral nervous system. Central nervous system is classified into brain, spinal cord. Peripheral nervous system is classified into autonomous nervous system, somatic nervous system, and autonomous nervous system is classified into sympathetic division and parasympathetic division. പഠിച്ചില്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, ഇത് നമ്മുടെ ബേസിക് ആണ്. ഇനി autonomic nervous system regulate involuntary physiological process. The ANS is subdivided into two subdivisions. So basically നമ്മുടെ ANS എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ഫിസിയോളജിക്കൽ പ്രോസസ് ഒക്കെ ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതാണ് ANS ആണ്. ANS രണ്ട് മേജർ ഡിവിഷൻ സബ് ഡിവിഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. The first one is sympathetic system and second one is parasympathetic system. sympathetic system നെ തൊറാക്കോ ലംബാർ എന്നും അല്ലെങ്കിൽ ടൈറ്റ് എന്നും അല്ലെങ്കിൽ പൈറ്റ് സിസ്റ്റം എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് പാരാസിമ്പത്തിക് സിസ്റ്റത്തിനെ ക്രേനിയോ സാക്രൽ എന്നോ അല്ലെങ്കിൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സിസ്റ്റം എന്നും പറയാറുണ്ട്. എന്താണ് പാരാസിമ്പത്തിക്കിനെ ക്രേനിയോ സാക്രൽ എന്നോ അല്ലെങ്കിൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സിസ്റ്റം എന്നും പറയാറുണ്ട്. സിമ്പത്തറ്റിക്കിനെ ആണെങ്കിൽ തൊറാക്കോ ലംബാർ ടൈറ്റ് ഓർ പൈറ്റ് സിസ്റ്റം എന്നും പറയാറുണ്ട്. Okay, there are two important neurotransmitter in the autonomic nervous system. Autonomic nervous system രണ്ട് neurotransmitter ആണ് important ആയിട്ടുള്ളത്. These are acetylcholine and noradrenaline. ആരൊക്കെയാണ്? acetylcholineും noradrenaline ആണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. noradrenaline norepinephrine എന്നും പറയാറുണ്ട്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഈ ഫിഗർ നോക്കുക. ബേസിക്കലി നമുക്കറിയാം എന്താണ് ഗാംഗ്ലിയോൺ നമുക്കറിയാം അല്ലേ? ആ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ഗാംഗ്ലിയോൺ കൊണ്ട് ഉദ്ദേശിക്കുക. ഗാംഗ്ലിയോൺ തന്നെ ഒരു പ്രീ ഗാംഗ്ലിയോണിക് ഭാഗമുണ്ട്, പോസ്റ്റ് ഗാംഗ്ലിയോണിക് എൻഡും ഉണ്ട് അല്ലേ? പ്രീ ഗാംഗ്ലിയോണിക് ന്യൂറോണും ഉണ്ട്, പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോണും ഉണ്ട്. ബേസിക്കലി നമ്മൾ ഈ ന്യൂറോൺ എടുക്കുകയാണെങ്കിൽ പ്രീ ഗാംഗ്ലിയോണിക്കിൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലും ഒരാളാണ് ആക്ട് ചെയ്യുന്നത്. ആരാണ്? അസറ്റൈൽകൊളൈൻ. ആരാണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽകൊളൈൻ ആണ്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലായാലും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലായാലും അസറ്റൈൽകൊളൈൻ ആണ് പ്രീ ഗാംഗ്ലിയോണിൽ അഫക്റ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇനി അതിനുശേഷം പാരാസിമ്പത്തറ്റിക്കിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് അസറ്റൈൽകൊളൈൻ തന്നെയാണ്. ഇനി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രീ ഗാംഗ്ലിയോണിൽ ആരാണുള്ളത്? അസറ്റൈൽകൊളൈൻ തന്നെയാണ് എല്ലായിടവും ഉള്ളത്. എന്നാൽ ലാസ്റ്റ് എൻഡിൽ വരുമ്പം ഡിഫറൻസ് ഉണ്ട്. ഇനി വേരിയസ് ഓർഗനിലാണെന്നുണ്ടെങ്കിൽ നോറെപ്പിനെഫ്രിൻ ആയിരിക്കും. വേരിയസ് ഓർഗൻ ആണെങ്കിൽ നോറെപ്പിനെഫ്രിൻ ആയിരിക്കും. ഇനി സ്വെറ്റ് ഗ്ലാൻഡിലാണെങ്കിൽ അസറ്റൈൽകൊളൈൻ ആയിരിക്കും. സ്വെറ്റ് ഗ്ലാൻഡിലാണെങ്കിൽ അസറ്റൈൽകൊളൈൻ ആയിരിക്കും. ഇനി വേരിയസ് ഓർഗൻസിലാണെങ്കിൽ എപ്പിനെഫ്രിൻ ആയിരിക്കും. ആരായിരിക്കും? എപ്പിനെഫ്രിൻ ആയിരിക്കും. ഇനി സൊമാറ്റിക് മോട്ടോ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നതും അസറ്റൈൽകൊളൈൻ ആണ്. അതും ആക്ട് ചെയ്യുന്ന സ്കെൽറ്റൽ മസിൽസിലാണ്. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നന്നായിട്ട് പഠിക്കുക. ഇതാണ് ഇതിന്റെ ബേസിക്സ്. ആദ്യം മനസ്സിലാക്കേണ്ടത് പാരാസിമ്പത്തറ്റിക് ആണെങ്കിലും സിമ്പത്തറ്റിക് ആണെങ്കിലും ആരാണ്? അസറ്റൈൽകൊളൈൻ തന്നെയാണ് പ്രീ ഗാംഗ്ലിയോൺ ന്യൂറോണിന്റെ അവിടെ അഫക്റ്റ് ചെയ്യുന്നത്. പാരാസിമ്പത്തറ്റിക് ന്യൂറോണുകളിൽ നമ്മുടെ വേരിയസ് ഓർഗനിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ടർ ആയിരിക്കും കേട്ടോ. ഇനി ഇവിടെ ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ സ്വെറ്റ് ഗ്ലാൻഡ് വരുവാണെങ്കിലും അവിടെയും ഷോർട്ടർ ആണ്.
സോ ബേസിക്കലി എന്താണ് പ്രീ ഗാംഗ്ലിയോൺ അവിടെ അഫക്ട് ചെയ്യുന്നതും അസിറ്റൈൽകോളൈൻ ആൻഡ് സിമ്പത്തറ്റിക് ന്യൂറോൺ സിസ്റ്റത്തിലും അഫക്ട് ചെയ്യുന്ന അസിറ്റൈൽകോളൈൻ തന്നെയാണ്. ആൻഡ് വേരിയസ് ഓർഗനിലാണെങ്കിലും അസിറ്റൈൽകോളൈൻ തന്നെയാണ്. ഇനി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ എൻഡിൽ വരുന്നത് പോസ്റ്റ് ഗാംഗ്ലിയോണിക് എൻഡിങ്ങിൽ വരുന്നത് ആരാണ്? വേരിയസ് ഓർഗനിൽ വരുന്ന ആരാണ്? നോർ എപ്പിനെഫ്രിൻ ആണ്. ആൻഡ് സ്വെറ്റ് ഗ്ലാൻഡിലാണെങ്കിൽ ആരാ വരുന്നത്? അസറ്റൈൽകോളൈൻ ആണ്. ആൻഡ് വേരിയസ് ഓർഗനിലാണെങ്കിൽ ആരാണ് വരിക? എപ്പിനെഫ്രിൻ ആണ് വരിക. ആൻഡ് സ്കെൽട്ടൽ മസിലിൽ സൊമാറ്റിക് മോട്ടോസിൽ വരുന്നത് ആരാണ്? അസറ്റൈൽകോളൈൻ ആണ്. തിരിഞ്ഞു പോകരുത്, കൺഫ്യൂഷൻ വരുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും, എല്ലാവർക്കും അത്ര അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഇനി ദ ഡ്രഗ് അഫക്റ്റിംഗ് ദ ANS ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2 ഗ്രൂപ്പ്. നമ്മൾ ANSൽ അഫക്ട് ചെയ്യുന്ന ഡ്രഗുകളെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഡ്രഗ് ആക്ടിങ് ഓൺ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അതായത് നമ്മൾ അറിയേണ്ടത് സിമ്പത്തറ്റിക് നെർവസിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗുകളാണ് നമ്മൾ അത് നോക്കാൻ പോകുന്നത്. സിംപിത്തോ മിമറ്റിക് ഓർ അഡ്രിനർജിക് ഡ്രഗ്സ്. ആരാണ്? സിമ്പത്തോ മിമറ്റിക് ഓർ അഡ്രിനർജിക് ഡ്രഗ്. എ ഡ്രഗ് ദാറ്റ് മിമിക് ദ എഫക്റ്റ് ഓഫ് സിമ്പത്തറ്റിക് നെർവ് സ്റ്റിമുലേഷൻ. അത് ഒരു സിമ്പത്തറ്റിക് നെർവ് എങ്ങനെയാണോ കാണിക്കുന്നത് അതേപോലെ തന്നെ മിമിക് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് സിംപിത്തോ മിമറ്റിക് ഓർ അഡ്രിനർജിക് ഡ്രഗ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സിമ്പത്തോലൈറ്റിക് ഓർ ആന്റി അഡ്രിനർജിക്സ്. ആരാണ്? സിമ്പത്തോലൈറ്റിക് ഓർ ആന്റി അഡ്രിനർജിക് are the drug that inhibit the activity of sympathetic nerves or that of sympathomimetic. എന്താണ് ഈ സിമ്പതോമിമെറ്റിക്കിനെയോ അല്ലെങ്കിൽ സിമ്പത്തറ്റിക് നെർവിൻ്റെയോ ആക്ടിവിറ്റീനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗുകളാണ് സിമ്പതോലൈറ്റിക് അല്ലെങ്കിൽ ആന്റി അഡ്രിനർജിക്സ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഡ്രഗ് അഫക്റ്റിംഗ് ദ ANS 2 ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡ്രഗ് അഫക്റ്റിംഗ് ഓൺ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണെങ്കിൽ ആരാണ്? സിമ്പതോമിമെറ്റിക് ഓർ അഡ്രിനർജിക് ഡ്രഗ്. രണ്ടെന്താണ്? സിമ്പതോലൈറ്റിക് ഓർ ആന്റി അഡ്രിനർജിക് ഡ്രഗ്. സിമ്പതോമിമെറ്റിക് വെച്ചാൽ എന്താണ്? മിമിക് ചെയ്യും. ആരെ പോലെ? സിമ്പത്തറ്റിക് നെർവ് സ്റ്റിമുലേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ മിമിക് ചെയ്യും. നെക്സ്റ്റ് വൺ ഈ സിമ്പതോലൈറ്റിക്സ് ആണ്. ആന്റി അഡ്രിനർജിക് ഡ്രഗ് ആണ്. ഇവരെന്താ ചെയ്യുന്നത്? നമ്മുടെ സിമ്പത്തറ്റിക് നെർവിന്റെ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ സിമ്പതോമിമെറ്റിക്സിന്റെ ആക്ടിവിറ്റീനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് കാറ്റഗറിയാണ് ഡ്രഗ് ആക്ടിങ് ഓൺ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ആരാണ്? ഡ്രഗ് ആക്ടിങ് ഓൺ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡ്രഗ് ആക്ടിങ് ഓൺ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. അടുത്താണ് ഡ്രഗ് ആക്ടിങ് ഓൺ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതിൽ ഫസ്റ്റ് കാറ്റഗറി പാരാസിമ്പതോമിമെറ്റിക്സ് ഓർ കോളിനർജിക് ഡ്രഗ്. ആരാണ്? പാരാസിമ്പതോമിമെറ്റിക്. കണ്ടോ, അവിടെ മിമെറ്റിക് ആണ്, അല്ലെങ്കിൽ കോളിനർജിക് ഡ്രഗ്. ദീസ് ആർ ദ ഡ്രഗ്സ് വിച്ച് മിമിക് ദ അസറ്റൈൽകോളൈൻ. ആരാണ്? അസറ്റൈൽകോളൈനെ പോലെ മിമിക് ചെയ്യുകയോ അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് നെർവ് സ്റ്റിമുലേഷൻ ഉണ്ടാക്കുകയോ ചെയ്യുകയാണ് ചെയ്യുക. എന്താണ് പാരാസിമ്പതോമിമെറ്റിക് ഓർ കോളിനർജിക് ഡ്രഗ് എന്ന് വെച്ചാൽ ഈ ഡ്രഗുകൾ അസറ്റൈൽകോളൈൻ പോലെ മിമിക് ചെയ്യുകയോ അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് നെർവ് സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കുകയോ ആണ് പാരാസിമ്പതോമിമെറ്റിക്സ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് പാരാസിമ്പതോലൈറ്റിക് ഓർ ആന്റി കോളിനർജിക് ഡ്രഗ് ആണ്. ഇവരെന്താ ചെയ്യുക? ദീസ് ആർ ദ ഡ്രഗ് ദാറ്റ് ഇൻഹിബിറ്റ് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവിറ്റി ഓർ ദാറ്റ് ഓഫ് കോളിനർജിക് ഡ്രഗ്. എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞ സെയിം കാര്യം, രണ്ടും എളുപ്പമല്ലേ? അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഡ്രഗ് അഫക്റ്റിംഗ് ദ ANS പറഞ്ഞു. ഫസ്റ്റ് വൺ ഡ്രഗ് ആക്ടിംഗ് ഓൺ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താണ്? സിമ്പതോമിമെറ്റിക്, സെയിം തന്നെ കാണിക്കുക. ആന്റി അഡ്രിനർജിക്, ബ്ലോക്ക് ചെയ്യുക. ആൻഡ് സിമ്പത്തറ്റിക് നെർവിന്റെ ആക്ടിവിറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. അതിൽ തന്നെ പാരാസിമ്പതോമിമെറ്റിക് ഓർ കോളിനർജിക് ഡ്രഗ് ആണ്. അസറ്റൈൽകോളൈനെ പോലെ മിമിക് ചെയ്യുന്നു. ഇനി പാരാസിമ്പതോലൈറ്റിക് എന്ത് ചെയ്യുന്നു? ഇവിടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ കോളിനർജിക് ഡ്രഗിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി ഇതാണ് കോളിനർജിക് സിസ്റ്റം. എന്താണ്? കോളിനർജിക് സിസ്റ്റം. അസിറ്റൈൽകോളൈൻ ആണ് നമ്മളെ പ്രിൻസിപ്പൽ ന്യൂറോ ട്രാൻസ്മിറ്റർ. നമുക്കറിയാലോ കോളിനർജിക് സിസ്റ്റത്തിലെ ഏറ്റവും പ്രിൻസിപ്പൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽകോളൈൻ ആണ്. സോ ബേസിക്കലി അസറ്റൈൽകോളൈൻ ഈസ് മെയ്ഡ് ഫ്രം കൊളീൻ ആൻഡ് അസറ്റൈൽകോളൈനെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റൈൽകോളൈൻ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്? അസറ്റൈൽകോളൈൻ എന്ന് പറയുന്നത് എന്താണ്? മെയ്ഡ് ഫ്രം കൊളീൻ. എന്താണ്? കൊളീൻ പ്ലസ് അസറ്റൈൽകോയെ. അസറ്റൈൽകോയെന്റെയും കൊളീന്റെയും കോമ്പിനേഷൻ ആണ്
അസറ്റൈൽ കൊളൈൻ എന്ന് പറഞ്ഞാൽ. ഇൻ ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ACH is rapidly broken down by the enzyme acetylcholine esterase. അതായത് നമ്മുടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ, ഈ സിനാപ്റ്റിക്കിന്റെ ക്ലെഫ്റ്റിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ACH ഈ അസറ്റൈൽകോളൈൻ റാപ്പിഡ്ലി ബ്രോക്ക് ഡൗൺ ബൈ ദ എൻസൈം അസറ്റൈൽകോളൈൻ എസ്റ്ററേസ്. അസറ്റൈൽകോളൈൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം അസറ്റൈൽകോളൈൻ നമ്മൾ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. Choline is transferred back into the axon terminal and is used to make more ACH. ഇവിടെ തിരിച്ചു പോയിട്ട് ഫർദർലി എന്ത് ചെയ്യുന്നു, ACH ഉണ്ടാക്കുന്നു. ഇവിടെ നോക്കിയാൽ മതി, കണ്ടോ, ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, ദ എൻസൈമാറ്റിക് ആക്ഷൻ, ദ അസറ്റൈൽകോളൈൻ ഉണ്ട്, ഇവിടെ ക്ലെഫ്റ്റിലേക്ക് വരുന്നു, ഇവിടെ വന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നു, കൊളൈൻ അസ്റ്റേറ്റ് ആവുന്നു, ഫർദർലി എന്ത് ചെയ്യുന്നു, വീണ്ടും എൻസൈം വരുന്നു, അത് ഫർദർലി ഫോം ചെയ്യുന്നു. കണ്ടോ, ആദ്യം എൻസൈം വരുന്നു, അസറ്റൈൽകോളൈൻ ആവുന്നു, സിനാപ്റ്റിക് വെസിക്കിൾസ് ഫോം ചെയ്യുന്നു, കൊളൈൻ റിസപ്റ്ററിൽ വരുന്നു, ഇവിടെ അസറ്റൈൽകോളൈൻ എസ്റ്ററൈസ് വന്ന് ആക്ട് ചെയ്യുന്നു, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, വീണ്ടും ഫർദർലി അസറ്റൈൽകോളൈൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് കോളിനർജിക് സിസ്റ്റത്തിൽ അസറ്റൈൽകോളൈൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എഫക്റ്റ് ചെയ്യുന്ന സിസ്റ്റം. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിക്കില്ല, ഉറപ്പാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഈ സമയങ്ങളിൽ ഈ ഒരു പ്രോസസ്സുകളിൽ ഒരുപാട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിൻ്റെ പേരാണ് ബോട്ടുലിയം ടോക്സിൻസ്. എന്നാണ് ബോട്ടുലിനിയം ടോക്സിൻസ്. സോ ഈ ബോട്ടുലിനിയം ടോക്സിൻസ് നമ്മൾ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ വ്രിങ്കിൾസ് മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പർ ആയിട്ടുള്ള നമ്മുടെ സ്വെറ്റിംഗ് മാറ്റാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കോസ്മെറ്റിക് പ്രിൻസിപ്പിളിന് ബോട്ടുലിയം ടോക്സിൻസ് ഉപയോഗിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ബോട്ടുലിയം ടോക്സിൻസിനെ മിറാക്കിൾ പോയിസൺ എന്നാണ് പറയുന്നത്. ന്യൂറോ ടോക്സിൻ വിച്ച് ക്ലിനിക്കൽ ആൻഡ് കോസ്മെറ്റോളജിക്കൽ ആപ്ലിക്കേഷൻ. സോ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ന്യൂറോ ടോക്സിൻസ് ക്ലിനിക്കലിയും കോസ്മെറ്റോളജിക്കലി നമുക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ഡ്രഗ് എന്ന് പറയാൻ പറ്റില്ല, ബോട്ടിലിയം, ഒരുപാട് ഇപ്പോൾ ബോട്ടിലിയം തെറാപ്പീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം കോസ്മെറ്റിക്കലി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ പറയണ്ടല്ലോ, എന്താണ്, ആദ്യം അസറ്റൈൽകോളൈൻ ഉണ്ടാവുന്നു. അസറ്റൈൽകോളൈൻ എവിടെ നിന്ന് വരുന്നു, അസറ്റൈൽകോളൈനും കൊളൈനിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അസറ്റൈൽകോളൈൻ എസ്റ്ററൈസ് എൻസൈം വെച്ചിട്ട് റാപ്പിഡ്ലി ബ്രേക്ക് ഡൗൺ ആവുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, തിരിച്ച് അസറ്റൈൽകോളൈൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ഈ സമയത്ത് ഒരുപാട് ടോക്സിൻസ് ഫോം ചെയ്യും. അതിലൊരു ടോക്സിൻ ആണ് ബോട്ടുലിയം ടോക്സിൻസ്. നമുക്ക് യൂസ്ഫുൾനെസ് ഉള്ള, കോസ്മെറ്റോളജിക്കലി ഒരുപാട് യൂസ്ഫുൾനെസ് ഉള്ള ടോക്സിൻ ആണ് ബോട്ടുലിയം ടോക്സിൻ എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് കോളിനർജിക് റിസപ്റ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. ഇനി കോളിനർജിക് റിസപ്റ്റേഴ്സിനെ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ്. ദ ഫസ്റ്റ് വൺ ഈസ് മസ്കാരനിക് റിസപ്റ്റർ, എം എന്ന് പറയും. എന്താണ് മസ്കാരനിക് റിസപ്റ്റർ? പോസ്റ്റ് ഗാംഗ്ലിയോണിക് കോളിനർജിക് നെർവ് എൻഡിങ്ങിലാണ് കാണുക. എവിടെയാണ് കാണുക? പോസ്റ്റ് ഗാംഗ്ലിയോണിക് കോളിനർജിക് നെർവ് എൻഡിങ്ങിൽ കാണുന്നതാണ് മസ്കാരനിക് റിസപ്റ്റേഴ്സ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് നിക്കോട്ടിനിക് റിസപ്റ്റർ ആണ്. ഓൾ ഓട്ടോണോമിക് ഗാംഗ്ലിയ ആൻഡ് ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. എവിടെ കാണും? എല്ലാ ഓട്ടോണോമിക് ഗാംഗ്ലിയകളിലും പിന്നെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലും കാണുന്നതാണ് ആര്? നിക്കോട്ടിനിക് റിസപ്റ്റർ. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച്, എന്താണെന്ന് പറഞ്ഞാൽ മസ്കാരനിക് റിസപ്റ്റർ ആണെങ്കിൽ, എം ആണെങ്കിൽ എവിടെ കാണും? പോസ്റ്റ് ഗാംഗ്ലിയോണിക് കോളിനർജിക് നെർവ് എൻഡിങ്ങിൽ കാണും. ഇനി നെക്സ്റ്റ് ആരെയാ പറഞ്ഞത് ഞാൻ? നിക്കോട്ടിനിക് റിസപ്റ്റർ എവിടെയാണ് കാണുക? അതായത് ഓട്ടോണോമിക് ഗാംഗ്ലിയയിലും കാണും, ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലും കാണും. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനിയാണ് നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ, മസ്കാരനിക് റിസപ്റ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റിസപ്റ്റർ M1 വെച്ചാൽ എക്സൈറ്റേറ്ററി ആണ്. സോ ലൊക്കേഷൻ CNS, ഗ്യാസ്ട്രിക് പെരിസാൾസിസ് സെൽസ് ആണ്. എവിടെ കാണാം? CNSലും കാണും, ഗ്യാസ്ട്രിക് പെരിസാൾ സെൽസിലാണ് കാണാം. ഫാർമക്കോളജിക്കൽ ആക്ഷൻ പറയുവാണെങ്കിൽ CNS എക്സൈറ്റേഷൻ, CNS നിന്നും എക്സൈറ്റ് ചെയ്യുന്നു. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ നടക്കുന്നു. എന്താണ്? CNSലാണ് എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ട് എക്സൈറ്റേഷൻ. ഗ്യാസ്ട്രിക് പാരറ്റൽ സെൽസിലാണ് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നതുകൊണ്ട് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് M2 ഇൻഹിബിറ്റർ. ആരാണ്? M2 ഇൻഹിബിറ്റർ. അത് ഉണ്ടാവുന്ന ഹാർട്ടിലാണ്. കാർഡിയക് ഇൻഹിബിഷൻ, അത് ബ്രാഡി കാർഡിയ ഉണ്ടാവുന്നു. എന്താണ്? കാർഡിയക് ഇൻഹിബിഷൻ ആണ്, ബ്രാഡി കാർഡിയ ഉണ്ടാവുന്നു. നെക്സ്റ്റ് വൺ ഈസ് M3 എക്സൈറ്റേറ്ററി ആണ്. ആരാണ്? M3 ആണ്, എക്സൈറ്റേറ്ററി ആണ്. എവിടെയൊക്കെയാണ്? എക്സോക്രൈൻ ഗ്ലാൻഡ്, സ്മൂത്ത് മസിൽ, അതായത് GIT, യൂറിനറി ട്രാക്ട്, ബ്രോങ്കിയൽ മസിൽ, വാസ്കുലർ എപ്പിത്തീലിയം ആണ്. സോ സെക്രീഷൻ ഓഫ് ഗ്ലാൻഡ്, സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ, വാസോ ഡൈലേഷൻ ഒക്കെയാണ് അവിടെ നടക്കുന്ന ഫാർമക്കോളജിക്കൽ ആക്ഷൻ. എന്തൊക്കെയാണ്? സെക്രീഷൻ ഓഫ് ഗ്ലാൻഡ്, സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ, വാസോ ഡൈലേഷൻ ഒക്കെയാണ്. നെക്സ്റ്റ് വൺ ഈസ് M4 ആൻഡ് M5 ആണ്.
ആക്ട് ചെയ്യുന്ന CNS-ലാണ് മെമ്മറി, എയറോസോൾ, അറ്റൻഷൻ, അനാൾജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് M4 and 5 ആണ് കേട്ടോ. സോ M4 and M5. സോ M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്, M4 ഉണ്ട്, M5 ഉണ്ട്. M1 ആണെങ്കിൽ CNS, ഗ്യാസ്ട്രോപെറ്റൽ സെല്ല്, അവിടെ എക്സൈറ്റേഷൻ ആണ്. M2 ആണെങ്കിൽ ഹാർട്ട് ആണ്, കാർഡിയാക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്നു. M3 ആണെങ്കിൽ എക്സൈറ്റേറ്ററി ആണ്, എക്സോക്രൈൻ ഗ്ലാൻഡ്, സ്മൂത്ത് മസിലുകൾ, GIT, യൂറിനറി ട്രാക്ട്, ബ്രോങ്കിൽ മസിൽ, വാസ്കുലാർ, എൻഡോത്തീലിയം, secretion of glands, smooth muscle contraction, vasodilation ആണ്. Next is M4 and M5 ആണ്. CNS ആണ് ലൊക്കേഷൻ, മെമ്മറി, എയറോസോൾ, അറ്റൻഷൻ, അനാൾജി ഒക്കെ വരുന്നത് എവിടെയാണ്? M4-ഉം M5-ലും ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഭയങ്കര സിമ്പിൾ ആണ്. ഇനി നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ പറയുന്നതാണ് മസ്കാരനിക് റിസപ്റ്റർ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിക്കോട്ടിനിക് റിസപ്റ്റർ ആണ്. N1 or NM. എന്താണ്? N1 or NM and N2 or NN. സോ N1 N2 എന്ന് പഠിച്ചാൽ അതാണ് കൂടുതലും വരിക, അല്ലെങ്കിൽ NM അല്ലെങ്കിൽ NN എന്ന് വരിക. ഇനി N1 or NM ആണെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. എവിടെയാണ്? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഇനി N2 or NN ആണെങ്കിൽ ഓട്ടോണോമിക് ഗാംഗ്ലിയ, CNS and അഡ്രിനൽ മെഡുല്ല. എവിടേക്കാണ്? ഓട്ടോണോമിക് ഗാംഗ്ലിയ, CNS and അഡ്രിനൽ മെഡുല്ല. സോ നിക്കോട്ടിനിക് റിസപ്റ്റർ ആണ് എന്താണ്? N1 or NM അല്ലെങ്കിൽ N2 or NN. N1 or NM ആണെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ, N2 or NN ആണെങ്കിൽ ഓട്ടോണോമിക് ഗാംഗ്ലിയ, CNS and അഡ്രിനൽ മെഡുല്ല. ഓക്കെ. ഇനി ജനറൽ എഫക്റ്റ് ഓഫ് കോളിനർജിക് സ്റ്റിമുലേഷൻ. സോ കോളിനർജിക് സ്റ്റിമുലേഷൻസിന്റെ ജനറൽ എഫക്റ്റുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്, സിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്. ഇനി പ്യൂപ്പിളിൽ പറയുവാണെങ്കിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലെ കൺസ്ട്രിക്ഷൻ ആണ്. എന്താണ്? കൺസ്ട്രിക്ഷൻ ആണ് അല്ലെ. ഇവിടെ ആണെങ്കിൽ ഡൈലേഷൻ ആണ്. ഇവിടെ ഹാർട്ട് റേറ്റ് സ്ലോ ആണ്, ഇവിടെ ഹാർട്ട് റേറ്റ് കൂടുതലാണ്. എയർവേ ആണെങ്കിലോ കൺസ്ട്രിക്ട് ദ ബ്രോങ്കിയൽ ട്യൂബ്യൂൾസ്, ഇവിടെയാണെങ്കിൽ ഡൈലേറ്റ് ദ ബ്രോങ്കിയൽ ട്യൂബ്യൂൾസ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, ഒന്നിന് ഓപ്പോസിറ്റ് തിരിച്ചായിരിക്കും. ഇനി ലിവർ ആണെങ്കിലോ സ്റ്റിമുലേറ്റ് ബൈൽ റിലീസ്, ഇവിടെ സ്റ്റിമുലേറ്റ് സെക്രീഷൻ. ബ്ലഡ് വെസൽ ആണെങ്കിൽ കൺസ്ട്രിക്ഷൻ, ഇവിടെ ആണെങ്കിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. ഡൈസിസ്റ്റം സ്റ്റിമുലേറ്റ്സ് ദ ആക്ടിവിറ്റി, ഇവിടെ ഡൈസിസ്റ്റം ഡിക്രീസ് ദ ആക്ടിവിറ്റി. ഇനി യൂട്രസ് ആണെങ്കിൽ റിലാക്സേഷൻ, യൂറിൻ സിസ്റ്റം ആണെങ്കിൽ ഇൻക്രീസ് ദ യൂറിൻ ഔട്ട്പുട്ട്. ഇനി ഇവിടെ അഡ്രിനൽ ഗ്ലാൻഡ് ആണെങ്കിൽ സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് അഡ്രിനലിൻ, യൂട്രസ് ആണെങ്കിൽ വജൈനൽ കൺട്രാക്ഷൻ, യൂറിൻ സിസ്റ്റം റിലാക്സ് ബ്ലാഡർ. ഓക്കെ. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? സോ ബേസിക്കലി കോമൺ ആണ്. സോ എന്ത് ചെയ്യുക? പാരാസിമ്പതിൽ പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ആവുന്നു, ഇവിടെ ഡൈലേറ്റ് ആവുന്നു. ഹാർട്ട് റേറ്റ് കുറയുന്നു, ഹാർട്ട് റേറ്റ് കൂടുന്നു. ഈ സിമ്പത്തറ്റിക് എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് പേടി വരുന്നു, നമ്മളെ പട്ടി കടിക്കാൻ വരുന്നു, ആന കുത്താൻ വരുന്നു, ആ പരിപാടി എല്ലാം സിമ്പത്തറ്റിക്. പാരാസിമ്പ എന്താണ്? നമ്മുടെ ഡൈജഷൻ, നമ്മുടെ ഉറക്കം, ആ സമയം നടക്കുന്നത് പാരാസിമ്പത്തറ്റിക് കേട്ടോ. അപ്പം മനസ്സിലാക്കുക, ഒരു ആന കുത്താൻ വരിക, പ്യൂപ്പിൾ പെട്ടെന്ന് വലുതാവും, ഹാർട്ട് റേറ്റ് കൂടുന്നു, എയർവേ കൺസെപ്റ്റ് പെട്ടെന്ന് കൂടുന്നു, സെറ്റ് കൂടുന്നു. ലിവർ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു, എനർജി വേണ്ടേ. ഇനി ഡൈജസ്റ്റ് ആണെങ്കിലോ ആക്ടിവിറ്റി കുറയ്ക്കുന്നു. അഡ്രിനൽ ഗ്ലാൻഡ് ആണെങ്കിലോ പ്രൊഡക്ഷൻ ഓഫ് അഡ്രിനലിൻ കൂട്ടുന്നു. യൂട്രസ് ആണെങ്കിലോ കൺസ്ട്രിക്റ്റ് ആവുന്നു. യൂറിൻ സിസ്റ്റം നിന്ന് റിലാക്സ് ബ്ലാഡറിനെ റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കോളിനർജിക് സ്റ്റിമുലേഷനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കിയാലോ, ഹാർട്ട് ആണെങ്കിൽ സ്ലോ ഹാർട്ട് റേറ്റ്, നെഗറ്റീവ് ക്രോണോട്രോപ്പിക് എഫക്റ്റ് കൊടുക്കുന്നു, ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു. റെഡ്യൂസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറയ്ക്കുന്നു. നെഗറ്റീവ് ഈനോട്രോപ്പിക് എഫക്റ്റ് ആണ്. റെഡ്യൂസ് SA0 AV0 കൺട്രാക്ഷൻ, നെഗറ്റീവ് ഡ്രോമോട്രോപ്പിക് എഫക്റ്റ്. എന്തൊക്കെയാണ്? ആദ്യം സ്ലോ റേറ്റ്, ഹാർട്ടിൽ സ്ലോ റേറ്റ് ആൻഡ് റെഡ്യൂസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ, റെഡ്യൂസ് SA0 AV0 കൺട്രാക്ഷൻ. എവിടെ സ്ലോ ചെയ്യുന്ന എവിടെയാണ്? ഹാർട്ട് റേറ്റ് ഒക്കെ സ്ലോ ചെയ്യുന്ന എവിടെയാണ്? പാരാസിമ്പത്തറ്റിക് അല്ലേ. ഇനി ബ്ലഡ് വെസൽ ആണെങ്കിലോ വാസോഡൈലേഷൻ ആൻഡ് റെഡ്യൂസ് ബ്ലഡ് പ്രഷർ മീഡിയേറ്റഡ് ത്രൂ റിലീസ് ഓഫ് എൻഡിത്തീലിയം ഡിപ്പെൻഡിങ് റിലാക്സ് ഫാക്ടർ വിച്ച് ഈസ് നൈട്രിക് ഓക്സൈഡ്. അതായത് നമ്മൾ ഓൾറെഡി ബ്ലഡ് വെസൽസിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞ ബ്ലഡ് വെസൽസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ഹാർട്ട് റേറ്റ് സ്ലോ ഹാർട്ട് റേറ്റ്, അവിടെ ബ്ലഡ് വെസൽസ് നിന്ന് കൺസ്ട്രിക്ട് ചെയ്യുന്നു അല്ലേ. സോ അവൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. എന്താ വാസോഡൈലേഷൻ ആൻഡ് റെഡ്യൂസ് ബ്ലഡ് പ്രഷർ മീഡിയേറ്റ് ത്രൂ ദി റിലീസ് ഓഫ് എൻഡോത്തീലിയം ഡിപ്പെൻഡിങ് റിലാക്സ് ഫാക്ടർ. എൻഡോത്തീലിയം ഡിപ്പെൻഡിങ് റിലാക്സ് ഫാക്ടർ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ വാസോഡൈലേഷൻ ഉണ്ടാവുകയും റെഡ്യൂസ് ബ്ലഡ് പ്രഷർ. ഇനി സ്മൂത്ത് മസിലാണെങ്കിലോ M3 റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ലീഡ് ടു സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ. M3 റിസപ്റ്റർ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്മൂത്ത് മസിൽ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇനി ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് സ്റ്റിമുലേറ്റ് ദ ടോൺ ആൻഡ് ദ മോട്ടിലിറ്റി ഓഫ് GI ട്രാക്ട് ആൻഡ് ദ സ്പിഞ്ചസ് വിൽ ബി റിലാക്സ്ഡ്. എന്ത് ചെയ്യുന്നു?
ടോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, GI മോട്ടിലിറ്റി ഉണ്ടാക്കുന്നു. ഇനി യൂറിനറി ട്രാക്ട് ആണെങ്കിലോ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, കൺട്രാക്ട് ചെയ്യുന്നു ദ ഡെട്രസിയർ മസിൽ ആൻഡ് ദ റിലാക്സ് ദ ഇന്റേണൽ യൂട്രൽ സ്പിങ്ചേഴ്സ് റിസൾട്ടിങ് ഇൻ ഇവാക്യുവേഷൻ ഓഫ് ബ്ലാഡർ. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്നു എന്നുള്ളതാണ്. സോ ഓരോന്നിൻ്റെ എടുത്തെടുത്ത് പറഞ്ഞേ ഉള്ളൂ. അത് നമ്മൾ ഓൾറെഡി ഈ ഒരു ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, രണ്ടും നമുക്ക് പഠിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും കേട്ടോ. ജനറൽ ഫാക്ടേഴ്സ് ആണ് രണ്ടും. ഈ ലങ്സ് ആണെങ്കിലോ ബ്രോങ്കിയൽ സെക്രീഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നു. ഐ ആണെങ്കിലോ ഇറ്റ് ഹാസ് ടു എഫക്റ്റ്, മയോസിസും ഉണ്ട് ആൻഡ് അക്കോമഡേഷൻ നിയർ ഒബ്ജക്ട് ബിക്കോസ് ഓഫ് സ്റ്റിമുലേഷൻ ഓഫ് കൺസ്ട്രക്റ്റഡ് പീപ്പിൾ ആൻഡ് സിലറി മസിൽ റെസ്പെക്റ്റീവ്ലി. ഇവിടെ രണ്ട് കാര്യമാണ്, മയോസിസ് നടക്കും, അതുമാത്രമല്ല എൻ്റെ കൂടെ നിന്നു നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ പറ്റും ബിക്കോസ് ഓഫ് സ്റ്റിമുലേഷൻ ഓഫ് കൺസ്ട്രിക്റ്റഡ് പ്യൂപ്പിൾസ്. അത് നമുക്ക് പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ആയതുകൊണ്ടും ആൻഡ് സിലറി മസിൽസ് കൺസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് കാണാൻ പറ്റും. ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് സലൈവറി, ഗ്യാസ്ട്രിക് ബോങ്കിൽ, ലാറിംഗൽ ആൻഡ് സ്വെറ്റ് ഗ്ലാൻഡ് സെക്രീഷൻ. സോ ഇത് വരുന്നത് എവിടെയാണ്, സിമ്പത്തറ്റിക്കിൻ്റെ കാര്യത്തിലാണ്. ഇവിടെയാണ് നമുക്ക് സലൈവേഷനും എല്ലാം സ്റ്റിമുലേറ്റ്. ഇത് കോമൺലി ഉള്ള കാര്യമാണ്, എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തേക്കുന്നതാണ്, കൺഫ്യൂസ്ഡ് ആയി പോകണ്ട കേട്ടോ. ഇതെല്ലാം കൂടെ കോമൺലി കൊടുത്തിരിക്കുന്നത്, ഹാർട്ട് റേറ്റ് കൂടുന്നതും കുറയുന്നത്. അവിടെ സെയിം പറഞ്ഞ ഈ സെയിം കാര്യത്തിൽ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നത് ഏത് കുറയുന്നതെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് കൊടുത്തു കേട്ടോ, കൂടുന്നത് എങ്ങനെ കുറയുന്നത് എങ്ങനെയുള്ള പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. So there are two group of cholinergic drug. രണ്ട് തരത്തിലാണ് cholinergic drug ഉള്ളത്. The first one is direct acting and second one is indirect acting. എന്താണ് direct acting indirect acting? ഇനി direct acting ആണെങ്കിൽ bind to and activate muscarinic or nicotinic receptor and include choline esterase and cholinergic alkaloids. എന്താണ് direct acting ആണ്, bind to and activate the muscarinic receptor. മസ്കാരനിക് റിസപ്റ്റർ എന്ത് ചെയ്യുന്നു, ആക്ടിവേറ്റ് ചെയ്യുന്നു. ബൈൻഡ് ടു മസ്കാരനിക് റിസപ്റ്റർ ആക്ടിവേറ്റ് ഓർ നിക്കോട്ടിനിക് റിസപ്റ്റർ ആൻഡ് ആക്ടിവേറ്റ് ആൻഡ് ഇൻക്ലൂഡ് കൊളിൻ എസ്റ്റർ ആൻഡ് കൊളിനർജിക് ആൽക്കലോയിഡ്. എന്താണ് കൊളിൻ എസ്റ്റർ ആൻഡ് കൊളിനർജിക് ആൽക്കലോയിഡ്. ഇനി ഇൻഡയറക്റ്റ് ആക്ടിംഗ് ആണെങ്കിലോ inhibit the action of acetylcholinesterase enzyme. acetylcholinesterase enzyme ന്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, which may be reversibly or irreversibly. അത് റിവേഴ്സിബിൾ ആകാം അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആകാം, റിവേഴ്സിബിൾ ആകാം അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആകാം. ഇന്റർലൈൻ എന്നാണ് ഇൻഹിബിറ്റിംഗ് ദ ആക്ഷൻ ഓഫ് acetylcholinesterase enzyme which may be reversible or irreversible. ഡയറക്ട്ലി ആക്ടിങ് ആണെങ്കിലോ എന്താണ്, cholinesterase, cholinergic alkaloids, എന്താണ് by acting on muscarinic or nicotinic receptor activation. ഓക്കെ അല്ലേ? ഇനി cholinergic ഡ്രഗിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ, cholinergic ആണ്. cholinergic രണ്ട് ക്ലാസ് പറയുന്നത് ഡയറക്ട്ലി ആക്ടിങ്ങും ഇൻഡയറക്ട്ലി ആക്ടിങ്ങും. ഡയറക്ട്ലി ആക്ടിങ് ആണെങ്കിൽ cholinesterase, acetylcholine, ബെത്തനക്കോൾ, കാർബനക്കോൾ ആൻഡ് മെത്താക്കോളൈൻ. And next one is alkaloids, pilocarpine, muscarine and acetycholine. So ഇത്രയാണുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡയറക്ട്ലി ആക്ടിങ് ആണ്. അവിടെ റിവേഴ്സിബിൾ ഉണ്ട്, ഇറിവേഴ്സിബിൾ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, റിവേഴ്സിബിൾ ഉണ്ട്, ഇറിവേഴ്സിബിൾ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി റിവേഴ്സിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ എന്താണ്, കാർബമൈറ്റ്സ് ആണ്. ഫൈസോസ്റ്റിഗ്മിൻ, നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ, എഡ്രോഫോണ്ടം, ഡോണിപ്രിൽ, റിവാസ്റ്റിഗ്മിൻ ആൻഡ് ഗാലൻറ്ററൈൻ. സോ ഇനി നെക്സ്റ്റ് ഇറിവേഴ്സിബിൾ ആണ് എന്നുണ്ടെങ്കിൽ കാർബമൈറ്റ്സ്, കാർബറൈല്, പ്രൊപ്പോക്സൂർ ആൻഡ് ഇത് പ്രൊലോങ്ഡ് ആക്ഷൻ ആണ് കേട്ടോ. പ്രൊപ്പോക്സൂർ ആണ് ഏറ്റവും പ്രൊലോങ്ഡ് ആക്ഷൻ കിട്ടുന്നത്. ആൻഡ് ഇറിവേഴ്സിബിൾ അടുത്ത കാറ്റഗറിയാണ് പ്രത്തിയോൺ, ഡൈഫ്ലോസ്, മെത്തലഡോൺ, നെർവ് ഗ്യാസസ്, എക്കോറ്റിഫോയിറ്റ് ആൻഡ് ഡൈസിയോണൻ. സോ ഇത്രയുമാണ്. പഠിക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും ഒന്ന് കഷ്ടപ്പെട്ടെങ്കിലും പഠിക്കുക കേട്ടോ. കൊളിനർജിക് ഡ്രഗ് രണ്ട് ഡയറക്ട്ലി ഉണ്ട്, ഇൻഡയറക്ട്ലി ഉണ്ട്. അവിടെ തന്നെ കൊളിനെസ്റ്ററേസ്, അസെൽകൊളൈൻ, ബെത്തക്കോൾസ്, കാബക്കോള്, ഇവിടെ അൽക്കോയിഡ്സ്, പൈലോകാർപ്പിൻ, മസ്കാരിൻ ആൻഡ് അരക്കൊലൈൻ. ആൻഡ് ഇവിടെ തന്നെ റിവേഴ്സിബിൾ ഉണ്ട്, ഇറിവേഴ്സിബിൾ ഉണ്ട്. ഇറിവേഴ്സിബിൾ എങ്കിൽ പാരാത്തിയോൺ, ഡൈഫ്ലോസ്, മെലാത്തയോൺ, നെർവ് ഗ്യാസസ്, എക്കോറ്റയോഫേറ്റ് ആൻഡ് ഡയസയോൺ. നെക്സ്റ്റ് വൺ ഈസ് കാർബമേറ്റ്, കാർബണൈൽ, പ്രൊപ്പോസർ ആണ് പ്രൊലോങ്ഡ് ആക്ഷൻ വരുന്നത്. ഇനി റിവേഴ്സിബിൾ ആണെങ്കിൽ കാർബമേറ്റ് ഉണ്ട്, ഇവിടെയുണ്ട് കാർബമേറ്റ് കേട്ടോ. ഫൈസോസ്റ്റിഗ്മിൻ, നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ, എഡ്രോഫോണ്ടം, ഡോണിപ്രില്, റിവാസ്റ്റിഗ്മിൻ ആൻഡ് ഗാലൻറ്ററൈൻ. ഇത്രയുമാണ് നമുക്കുള്ളത്. ഓക്കെ അല്ലേ?
ഇനി ഡയറക്ട്ലി ആക്ടിങ് കോളിനർജിക് അഗോണിസ്റ്റ്, അസറ്റൈൽ കൊളൈൻ ആണ് ആദ്യം പറയുന്നത്. നമ്മൾ നോർമലി ഇപ്പോൾ ക്ലിനിക്കലി ഉപയോഗിക്കുന്നില്ല. മെറ്റബിളൈസ് വെരി ക്വിക്ലി ബൈ കോളിനെസ്റ്ററേസ് ഇൻ ദ പ്ലാസ്മ ആൻഡ് ഈസ് നോട്ട് എഫക്റ്റ് ഈവൻ ബൈ IV റൂട്ട്. നമ്മൾ IV റൂട്ട് കൊടുത്തിട്ട് പോലും കാര്യമില്ല, പെട്ടെന്ന് മെറ്റബിളൈസ് നടക്കുന്നുണ്ട്. ഇനി അതുകൊണ്ട് നമ്മൾ ക്ലിനിക്കലി ഇപ്പോഴും യൂസ് ചെയ്യാത്ത ഡ്രഗാണ് അസറ്റൈൽ കൊളൈന്. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് വിച്ച് കനോട്ട് പെനട്രേറ്റ് മെംബ്രെയിൻ ഒന്നും കടന്നു പോകാൻ പറ്റില്ല. എന്താണ് ക്വാട്ടറി അമോണിയം കോമ്പൗണ്ട് ആണ് വിച്ച് കനോട്ട് എന്താണ് പെനട്രേറ്റ് ദ മെംബ്രെയിൻ. നെക്സ്റ്റ് വൺ ഈസ് മെത്തക്കോലൈൻ ആണ്. മാക്സിമം ആക്ഷൻ ഓൺ മയോകാർഡിയത്തിൽ മാക്സിമം ആക്ഷൻ കിട്ടുന്ന ഡ്രഗാണ് ആര്? മെത്തക്കോലൈൻ. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. മെത്തക്കോലൈൻ ചലഞ്ച് ടെസ്റ്റ് ഉണ്ട്. മെത്തക്കോലൈൻ ഗിവൺ ഇൻഹലേഷൻ ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ബ്രോങ്കിയൽ ഹൈപ്പർ ആക്ടിവിറ്റി ഇൻ പേഷ്യന്റ് ഹു ഡു നോട്ട് ഹാവ് ക്ലിനിക്കലി അപ്പാരന്റ് ആസ്മ. അതായത് നമുക്ക് ക്ലിനിക്കലി നോക്കുമ്പം ആസ്മ ഇല്ല, പക്ഷെ അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ബ്രോങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്നൊരു ടെസ്റ്റാണ് മെത്തക്കോലൈൻ ചലഞ്ച് ടെസ്റ്റ് എന്ന് പറയും. എന്താണ് മെത്തക്കോലൈൻ ചലഞ്ച് ടെസ്റ്റ്? മറന്നു പോകരുത്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെത്തക്കോലൈൻ ചലഞ്ച് ടെസ്റ്റ് എന്താണ്? മെത്തക്കോലൈൻ നമ്മൾ ഇൻഹലേഷൻ ആയിട്ട് കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രോങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്ന ടെസ്റ്റാണ് മെത്തക്കോലൈൻ ചലഞ്ച് ടെസ്റ്റ്. നെക്സ്റ്റ് ഇസ് ബെത്തക്കോൾ ആണ്. ബെത്തക്കോൾ എന്ന് വെച്ചാൽ സിന്തറ്റിക് എസ്റ്റർ ഓഫ് കൊളൈൻ വിച്ച് ഇസ് റെസിസ്റ്റന്റ് ടു അസറ്റൈൽ കൊളിനെസ്റ്ററേസ് ബട്ട് സ്ലോലി ഹൈഡ്രോളൈസ്ഡ് ബൈ അതർ എസ്റ്ററേസ്. എന്താണ് ബെത്തക്കോൾ എന്ന് വെച്ചാൽ സിന്തറ്റിക് എസ്റ്റർ ഓഫ് കൊളൈൻ. എന്താണ്? കൊളൈൻ്റെ സിന്തറ്റിക് എസ്റ്റർ ആണ് വിച്ച് ഈസ് റെസിസ്റ്റന്റ് ടു അസറ്റൈൽ കൊളിനെസ്റ്ററേസ്. എന്താണ് ഈ സിന്തറ്റിക് എസ്റ്റർ? അസറ്റൈൽ കൊളിനെസ്റ്ററിന് റെസിസ്റ്റന്റ് ആണ്, ബട്ട് സ്ലോലി ഹൈഡ്രോളൈസ്ഡ് ബൈ അതർ എസ്റ്ററേസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഹൈഡ്രോളൈസ് ചെയ്യാറുണ്ട്. ഒന്നും കൂടെ പറയാം, ബെത്തക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്തറ്റിക് എസ്റ്റർ ഓഫ് കൊളൈൻ ആണ് which is resistant to acetylcholinesterase but slowly hydrolyzed by other esterase. And next one is muscarinic agent with a less nicotinic action. അതായത് ഇത് muscarinic agent ആണ് with a less nicotinic action ആണ്. ഇതിന്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി കൂട്ടുക, ടോൺ കൂട്ടുക, യൂറിൻ ഔട്ട്പുട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ബെത്തക്കോളിന്റെ മേജർ ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി യൂസ് നോക്കിയാലോ, ഈ നോൺ ഒബ്സ്ട്രക്റ്റീവ് യൂറിനറി റിട്ടൻഷൻ, അതായത് പോസ്റ്റ് പാർട്ടം അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ യൂറിൻ റിട്ടൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് പാരലൈറ്റിക് ഇലിയസ് ഫോളോയിങ് സർജറി ആൻഡ് ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്. ഓക്കെ, ഇതൊക്കെയാണ് പാരലൈറ്റിക് ഇലിയസിന്, ഈസോഫാഗസ് റിഫ്ലക്സിന് ആൻഡ് പോസ്റ്റ് പാർട്ടം അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്നും കൂടെ പറയാം, ബെത്തക്കോൾ എന്ന് വെച്ചാൽ സിന്തറ്റിക് എസ്റ്റർ ഓഫ് കൊളൈൻ വിച്ച് ഈസ് റെസിസ്റ്റന്റ് ടു acetylcholinesterase but slowly hydrolyzed by the esterase. സോ മെയിൻ ആക്ഷൻ എന്താണ്? ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി, ടോൺ എക്സ്പെൽഷൻ ഓഫ് യൂറിൻ ആണ് കേട്ടോ. ഇത്രയാണ്. നെക്സ്റ്റ് വൺ ഈസ് കാർബക്കോൾ ആണ്. സിന്തറ്റിക് എസ്റ്റർ ഓഫ് കൊളൈൻ, ഇതും സിന്തറ്റിക് എസ്റ്റർ ഓഫ് കൊളൈൻ ആണ് വിച്ച് ഇസ് റെസിസ്റ്റന്റ് ടു ഹൈഡ്രോളൈസ്ഡ് ബൈ acetylcholinesterase but slowly hydrolyzed by other esterase. അവിടെ പറഞ്ഞ സെയിം സാധനം. മസ്കാരനിക് ആൻഡ് നിക്കോട്ടിനിക് എഫക്റ്റ്. എന്തൊക്കെ എഫക്റ്റ് ഉണ്ട്? മസ്കാരനിക് എഫക്റ്റും ഉണ്ട്, നിക്കോട്ടിനിക് എഫക്റ്റും ഉണ്ട്. ഓൾറെഡി എന്താണ് മസ്കാരനിക്, എന്താണ് നിക്കോട്ടിനിക് ഞാൻ പറഞ്ഞു. യൂസ് പറയുവാണെങ്കിലോ, യൂസ് ഇൻ ഗ്ലോക്കോമ. എവിടെയാണ് ഉപയോഗിക്കുക? ഗ്ലോക്കോമ. ഡിക്രീസ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. ഗ്ലൂക്കോമ എന്താണ്? ഇൻട്രാ ഓക്കുലർ പ്രഷറിൽ കുറയ്ക്കുവാണ് ചെയ്യുക. ടു പ്രൊഡ്യൂസ് മയോസിസ് ഡ്യൂറിങ് സർജറി ചെയ്യുന്ന സമയത്ത് മയോസിസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗാണ് ആര്? കാർബക്കോൾ. സോ കാർബക്കോൾ ഇസ് എ സിന്തറ്റിക് എസ്റ്റർ ഓഫ് കൊളൈൻ ആൻഡ് വിച്ച് ഈസ് റെസിസ്റ്റന്റ് ടു ഹൈഡ്രോളിസ് ബൈ acetylcholinesterase ബട്ട് സ്ലോലി ഹൈഡ്രോളൈസ്ഡ് ബൈ അതർ എസ്റ്ററേസ്. മസ്കാരനിക് ആൻഡ് നിക്കോട്ടിനിക് എഫക്റ്റ് ആണ്. യൂസ് പറയുവാണെങ്കിൽ എന്താണ്? നമ്മൾ ഇൻട്രാ ഓക്കുലർ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഡ്യൂറിങ് ദ സർജറി, അല്ലെ? മയോസിസ് കിട്ടും ആൻഡ് ഡ്യൂറിങ് സർജറി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഈസ് പൈലോകാർപ്പിൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. പൈലോകാർപ്പിൻ ഈസ് എ നാച്ചുറൽ ഇമിഡസോൾ ആൽക്കലോയിഡ് വിച്ച് ഈസ് റെസിസ്റ്റന്റ് ടു ഹൈഡ്രോളൈസ്ഡ് ബൈ acetylcholinesterase. എന്താണ്? പൈലോകാർപ്പിൻ ഒരു നാച്ചുറൽ ഇമിഡസോൾ ആൽക്കലോയിഡ് ആണ്. എന്താണ്? പൈലോകാർപ്പിൻ ഈസ് എ നാച്ചുറൽ ഇമിഡസോളിൻ ആൽക്കലോയിഡ്, ടെറിഷറി അമൈൻ ആണ് വിച്ച് ഈസ് റെസിസ്റ്റന്റ് ടു ഹൈഡ്രോളിസിന് റെസിസ്റ്റൻസ് കാണിക്കും ബൈ acetylcholine esterase. ആരാണ്? ബൈ acetylcholine esterase. സോ യൂസ് ഗ്ലൂക്കോമയാണ്. 0 to 5 to 2% ഓൾസോ യൂസ്ഡ് ഇൻ ഒക്കുസോട്സ് ഫോർ 7 days. ഒക്കുസെറ്റ്സ് അറിയാതെ നമ്മൾ കണ്ണകത്ത് വെക്കുന്നതാണ്. സൂട്ടിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഗ്ലൂക്കോമയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ഒക്കുസെറ്റ്സ് ഫോർ 7 days.
to reverse the pupillary dilation after refraction testing. So refraction destination pupillary dilation ഇല്ലേ അതിനെ റിവേഴ്സ് ചെയ്യാൻ നമ്മൾ കണ്ണിനെ വീർത്തിരിക്കും, അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് യൂസ്ഡ് ബൈ ഓറൽ റൂട്ട് ഇൻ സെറോപ്താമിയ, ഡ്രൈ മൗത്ത് ഫോളോയിങ് ഹെഡേക്ക്, നെക്ക് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ആൻഡ് ജോജേഴ്സ് സിൻഡ്രോം. സോ ഇത് നമ്മൾ ഓറൽ റൂട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, സെറോസ്ട്രോമിയ അല്ലെങ്കിൽ ഡ്രൈ മൗത്ത് ഫോളോഡ് ബൈ ഹെഡ് ആൻഡ് നെക്ക് റേഡിയേഷൻ ട്രീറ്റ്മെന്റ്. ഈ ഹെഡും നെക്ക് റേഡിയേഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഡ്രൈ മൗത്തിൽ നമ്മൾ പൈലോകാർപ്പിൻ കൊടുക്കാറുണ്ട് കേട്ടോ. സോ ഇത്രയാണ്. ഒന്നും കൂടെ പറയാം, പൈലോകാർപ്പിൻ ഒരു ഇമ്മഡസോളിൻ ആൽക്കലോയിഡ് ടെർഷറി അമൈൻ ആണ്, വിച്ച് ഈസ് റെസിസ്റ്റന്റ് ടു ഹൈഡ്രോളിസിസ് ബൈ അസറ്റൽകോളൈൻ എസ്റ്ററേസ് ആൻഡ് ഗ്ലൂക്കോമയ്ക്ക് ഉപയോഗിക്കാറുണ്ട്, ആൻഡ് ഒക്സിസെറ്റിൽ 7 days വെക്കാറുണ്ട്, ആൻഡ് റിവേഴ്സ് ദ പ്യൂപ്പിലർ ഡൈലേഷൻ ആഫ്റ്റർ ദ റിഫ്രാക്ഷൻ ടെസ്റ്റിംഗ് ആൻഡ് യൂസ്ഡ് ബൈ ദി ത്രൂ ദ റൂട്ട് ഇൻ ദ സെറോസ്ട്രോമിയ അല്ലെങ്കിൽ ഡ്രൈ മൗത്തിൽ കൂടെ നമ്മൾ ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. അതാണ് പൈലോകാർപ്പിൻ. Pilocarpine and Sevimelin are used to treat dry mouth associated with Cholinergic syndrome. So നമുക്ക് ഈ Cholinergic syndrome കാരണം വരുന്ന ഡ്രൈ മൗത്ത് ഉണ്ടാവുന്ന സിംറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന 2 ഡ്രഗുകളാണ് പൈലോകാർപ്പിനും സെവിമെലിനും കേട്ടോ. ഇനി ആൻറ്റിഡോട്ട് ഫോർ മഷ്റൂം പോയിസണിങ് അട്രോപ്പിൻ. സോ നമ്മൾ മഷ്റൂം പോയിസണിന് കൊടുക്കുന്ന ആൻറ്റിഡോട്ട് ആണ് അട്രോപ്പിൻ. സോ ഓൾറെഡി നമ്മൾ അട്രോപ്പിൻ്റെ ഒക്കെ ഡിസ്കസ്ഡ് ആണ്. സോ ഇൻഡയറക്ട്ലി ആക്ടിങ്ങിൽ എന്തുണ്ട്, റിവേഴ്സിബിളും ഉണ്ട് ഇറിവേഴ്സിബിളും ഉണ്ട്. എന്തുണ്ട്, ഇൻഡയറക്ട്ലി ആക്ടിങ്ങിൽ റിവേഴ്സിബിൾ ഉണ്ട് ഇറിവേഴ്സിബിൾ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ റിവേഴ്സിബിൾ ആണെങ്കിൽ ലിപ്പിഡ് സോലുബിൾ ഉണ്ട്, അതിൽ ഫൈസോസ്റ്റിഗ്മിൻ, ടക്രൈൻ, ഡോണി പെൻസിൽ, റിവാസ്റ്റിഗ്മിൻ ആൻഡ് ഗാലന്റമൈൻ. ഏതൊക്കെയാണ്? ഫൈസോസ്റ്റിഗ്മിൻ, ടാക്രിൻ, ഡോണ പെൻസിൽ, റിവാസ്റ്റിഗ്മിൻ ആൻഡ് ഗാലന്റമൈൻ. ഇനി വാട്ടർ സോലുബിൾ ആണെങ്കിൽ നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ, എൻഡ്രോഫോണിയം. ഇനി ഇറിവേഴ്സിബിൾ ആണെങ്കിലോ ഓർഗാനോഫോസ്ഫേറ്റ്സിലെ മാലാത്തിയോൺ, പാരാഥയോൺ, DFP, കോളർ പൈറോഫോസ് ആൻഡ് എക്കോതയോഫൈറ്റ്, നെർഗ്യാസസ്, സോ ടാബൂൺ, സാക്രിൻ, സോമാൻ എക്സെട്ര. സോ അങ്ങനെ ഒരുപാട് നെർവ് ഗ്യാസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. സോ ഇതൊക്കെയാണ് ഓർഗാനോഫോസ്ഫേറ്റ്, മാലാഥയോൺ, പാരാഥയോൺ, DFP, കോൾപ്രിഫോൺ ആൻഡ് എക്കോറ്റോഫൈറ്റ്, നെർവ് ഗ്യാസസ്. ഇനി കാർബമേറ്റ് ആണെങ്കിലോ കാർബറൈൽ, പ്രൊപ്പോക്സൂർ ആൻഡ് അൾഡി കാർബ്. സോ ഇച്ചിരി പഠിക്കാൻ ഭയങ്കര പാടാണ്, എനിക്കറിയാം, പക്ഷെ വേറൊരു വഴിയില്ല, നമുക്ക് പഠിച്ചേ പറ്റൂ കേട്ടോ. ഈ ഒരു ഭാഗം ഭയങ്കര പാടാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് മസ്കാരണിക് ആക്ഷൻ. മസ്കാരണിക് ആക്ഷൻ കൊടുക്കുന്നത് ആരാണ്? അസറ്റൈൽ കൊളൈൻ എസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ എവിടെയൊക്കെ കാണാറുണ്ട്? ഹാർട്ടിലുണ്ട്, സ്മൂത്ത് മസിലുണ്ട്, ഗ്ലാൻഡ്. ഹാർട്ട്, സ്മൂത്ത് മസിൽ, ഗ്ലാൻഡ്. ഹാർട്ട്, സ്മൂത്ത് മസിൽ, ഗ്ലാൻഡ്, മറന്നു പോകരുത് കേട്ടോ. ഇനി ഹേർട്ട് ആണെങ്കിൽ റേറ്റ്, ഫോഴ്സ്, AV കണ്ടക്ഷൻ. എന്തൊക്കെയാണ്? റേറ്റിനെ ബാധിക്കും, ഫോഴ്സിനെ ബാധിക്കും, AV കണ്ടക്ഷൻ. ഇനി സ്മൂത്ത് മസിൽ ആണെങ്കിലോ ഓൾ കൺട്രാക്ഷൻ എക്സെപ്റ്റ് അറ്റ് വാസ്കുലർ സ്മൂത്ത് മസിൽ. വാസ്കുലർ സ്മൂത്ത് മസിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും എന്താണ്? കൺട്രാക്ഷൻ ആണ്. ഇനി ലാക്രിമൽ സെക്രീഷൻ, സലൈവറി സെക്രീഷൻ, ബ്രോങ്കിൽ സെക്രീഷൻ, ഗ്യാസ്ട്രിക് സെക്രീഷൻ. സെക്രീഷൻസ് ആണെങ്കിൽ എന്താണ്? ഏതൊക്കെ? ലാക്രിമൽ സെക്രീഷൻ, സലൈവറി സെക്രീഷൻ, ബ്രോങ്കിൽ സെക്രീഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ. ഇത്രയുമാണ് ഗ്ലാൻസിനകത്ത് വരിക. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ ഈസ് ഫൈസോസ്റ്റിഗ്മിൻ. സോ ഫൈസോസ്റ്റിഗ്മിൻ എന്ന് വെച്ചാൽ ടെറഷ്യറി അമൈൻ ആൽക്കലോയിഡ് ആണ്, ഹൈലി ലിപ്പിഡ് സോലുബിൾ ആണ്. എന്താണ്? ടെറഷ്യറി അമൈൻ ആൽക്കലോയിഡ് ആണ്, ഹൈലി ലിപ്പിഡ് സോലുബിൾ ആണ്. ഓവർലി നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഡ്രഗാണ് ഫൈസോസ്റ്റിഗ്മിൻ ആൻഡ് ക്യാൻ ക്രോസ് BB ആൻഡ് കോർണൽ മെംബ്രെയിൻ. സോ എന്താണ്? നമുക്കിത് ഓവർലി അബ്സോർബ് ആവും, നമ്മുടെ BB ക്രോസ് ആവും. പിന്നെ ഒരു കാര്യം പറയാം, ഡ്രഗ്സുകൾ പഠിക്കുക, ക്ലാസിഫിക്കേഷൻ പഠിക്കുക, ഇൻട്രൊഡക്ഷൻ നമുക്ക് അന്ന് ചോദ്യങ്ങൾ അധികം വരില്ല. കാര്യം എന്താണ്? അത് നിങ്ങൾക്ക് ഒരു ബേസിക്സ് കിട്ടാൻ വേണ്ടുന്ന ഇൻട്രൊഡക്ഷൻസ് ആണ് കേട്ടോ. ഇനി യൂസ്ഡ് ഇൻ ഗ്ലൂക്കോമ ആസ് മയോട്ടിക് ഡ്രഗ് ആയിട്ട് ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കാറുണ്ട്. ആസ് ആൻറ്റിഡോട്ട് ഫോർ ആൻറ്റി കോളിനർജിക് ഡ്രഗ് പോയിസണിങ്. എന്താണ്? അട്രോപ്പിൻ. ആൻറ്റി കോളിനർജിക് ഡ്രഗിൽ നമ്മൾ ആൻറ്റിഡോട്ട് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? സോ അട്രോപ്പിൻ എക്സാമ്പിൾ ആണ്. അതേപോലെ ഫൈസോസ്റ്റിഗ്മിൻ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്നാൽ ടെറഷ്യറി അമൈൻ ആൽക്കലോയിഡ് ആണ്, ഹൈ ലിപ്പിഡ് സോലുബിൾ ആണ്, വെൽ അബ്സോർബ്ഡ് ആൻഡ് ക്യാൻ ക്രോസ് BB ആൻഡ് കോർണൽ മെംബ്രെയിൻ. ഗ്ലൂക്കോമയ്ക്ക് ഉപയോഗിക്കാറുണ്ട് സ്മയോട്ടിക് ഡ്രഗ് ആയിട്ട്, ആൻറ്റിഡോട്ട് ഫോർ ആൻറ്റി കോളിനർജിക് ഡ്രഗ് പോയിസണിങ്. അട്രോപ്പിനായിട്ട് നമ്മൾ ഫൈസോസ്റ്റിഗ്മിൻ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്, ആൻറ്റിഡോട്ട് ആയിട്ട് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് നിയോസ്റ്റിഗ്മിൻ. എന്താണ്? നിയോസ്റ്റിഗ്മിൻ ആണ് സിന്തറ്റിക് കോട്ടണറി അമൈൻ ആണ്, വാട്ടർ സോലബിൾ ഡ്രഗ് ആണ്. സിന്തറ്റിക് കോട്ടണറി അമൈൻ ഡ്രഗ് ആണ്, വാട്ടർ സോലബിൾ ആണ്. പോളർ മോളിക്യൂൾ നോട്ട് വെൽ അബ്സോർബ് ഓർലി ആൻഡ് ഡസ് നോട്ട് എൻ്റർ CNS.
പോളർ മോളിക്കുളാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാറില്ല, നന്നായിട്ട് ഓറലി കൊടുത്താൽ അബ്സോർബ് ചെയ്യാറില്ല. ആൻഡ് ഡസ് നോട്ട് എൻ്റർ ദ CNS എന്ത് ചെയ്യാറില്ല, ഇത് എത്താറില്ല. Effect on skeletal muscle is greater because of additional direct nicotinic stimulation. ഇനി skeletal muscle അടുത്ത് പറയുവാണെങ്കിൽ എഫക്റ്റ് കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഡയറക്റ്റ് സ്റ്റിമുലേഷൻ ഉള്ളത് കൊണ്ട്. ഇനി യൂസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് മൈസ്തീനിയ ഗ്രാവിസ് ആൻഡ് കോബ്ര ബൈറ്റ്. കോബ്ര ബൈറ്റിൽ മൈസ്തീനിയ ഗ്രാവിസിൽ ഉപയോഗിക്കുന്ന ഡ്രഗാണ് നിയോസ്റ്റിഗ്മിൻ. യൂസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പാരലൈറ്റിക് ഇലിയം, atony of the urinary bladder and reversal of competitive skeletal muscle relaxant. So competitive skeletal muscle relaxant റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പോസ്റ്റ് ഓപ്പറേറ്റീവ് പാരലൈറ്റിക് ഇലിയം ആണെങ്കിലും നമുക്ക് നിയോസ്റ്റിഗ്മിൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഒന്നും കൂടെ പറയാം, നിയോസ്റ്റിഗ്മിൻസ് ഒരു കോട്ടണറി അമീൻ ആണ്, വാട്ടർ സോലബിൾ ഡ്രഗ് ആണ്, പോളർ മോളിക്യൂൾ ആണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ബ്ലഡ് ബ്രെയിൻ ബാരിയർ അതായത് CNS ക്രോസ് ചെയ്യില്ല കേട്ടോ. സോ സ്കെൽറ്റൽ മസിൽ എഫക്റ്റ് ഉണ്ട്, അതുമാത്രമല്ല ബിക്കോസ് ഓഫ് ഡയറക്റ്റ് നിക്കോട്ടിനിക് സ്റ്റിമുലേഷൻ ഉള്ളത് കൊണ്ട്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ഇസ് atropine is added to neostigmin therapy when action is required on NM receptor. സോ NM റിസപ്റ്ററിൽ നമുക്ക് ആക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നിയോസ്റ്റിഗ്മിൻ തെറാപ്പിയുടെ കൂടെ എന്ത് ചെയ്യാറുണ്ട്, അട്രോപ്പിൻ കൂടെ ആഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് പിരിഡോസ്റ്റിഗ്മിൻ ആണ്, ലോങ്ങർ ആക്ടിങ് ദാൻ നിയോസ്റ്റിഗ്മിൻ. നിയോസ്റ്റിഗ്മിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോങ്ങർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആര്, pyridostigmin, and is more suitable in chronic treatment of myasthenia gravis. myasthenia gravis നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, suitable ആയ ഒരു മെത്തേഡ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് എൻഡ്രോഫോണിയം ആണ്, ഷോർട്ട് ആക്ടിങ് സിന്തറ്റിക് ആന്റി കൊളിനർ എസ്റ്ററേസ് ആണ്. എന്താണ് ഷോർട്ട് ആക്ടിങ് സിന്തറ്റിക് ആന്റി കൊളൈൻ എസ്റ്ററേസ് ആണ്, യൂസ്ഡ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് മൈസ്തീനിയ ഗ്രാവിസ്. അതായത് സോ നമ്മളിത് മൈസ്തീനിയ ഗ്രാവിസിന്റെ ടെസ്റ്റുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ടെൻസിലോൺ ടെസ്റ്റ് എന്ന് പറയും. എന്താണ്, മൈസ്തീനിയ ഗ്രാവിസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ടെൻസിലോൺ ടെസ്റ്റ് എന്ന് നമ്മൾ പറയാം കേട്ടോ. ഇതാണ് പിരിഡോസ്റ്റിഗ്മിൻ ആൻഡ് എൻഡ്രോഫോണിയം. സെൻട്രലി ആക്ടിങ് ആൻറ്റി കോളിൻ എസ്റ്ററേസ്. സോ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓടിച്ച് പറയാം. സോ ഇൻഡയറക്ട്ലി നമ്മൾ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഫൈസോസ്റ്റിഗ്മിൻ ആദ്യം പറഞ്ഞു. എന്താണ്, ടെർഷറി അമൈൻ ആൽക്കഹോൾ ആണ്, ഹൈ ലിപ്പിഡ് സോലുബിൾ ആണ്, ഓർലി വെൽ അബ്സോർബ്ഡ് ആണ് ആൻഡ് ക്രോസ് ദ BB ആൻഡ് കോർണൽ മെംബ്രെയിൻ ആണ്, മയോട്ടിക് ഡ്രഗ് ആണ്, അത് മാത്രമല്ല ആൻറ്റി കോളിനർജിക് ഡ്രഗ് ആസ് എൻ ആൻറ്റോഡൻ ആൻറ്റി കോളിനർജിക് പോയിസൺ ലൈക്ക് അട്രോപ്പിൻ കേട്ടോ. ആൻഡ് നിയോസ്റ്റിഗ്മിൻ എക്സാമ്പിൾ പറഞ്ഞു, സിന്തറ്റിക് കോട്ടണറി അമീൻ ആണ്, വാട്ടർ soluble ആണ്, പോളാർ മോളിക്യൂൾ ആണ്, നോട്ട് വെൽ അബ്സോർബ്ഡ് ഓറലി ആൻഡ് ഡസ് നോട്ട് എൻ്റർ ദ CNS. സ്കെൽറ്റൽ മസിൽ എഫക്റ്റ് ഉണ്ട്, കാര്യം എന്താണ്, അഡീഷണൽ ഡയറക്റ്റ് നിക്കോട്ടിനിക് സ്റ്റിമുലേഷൻ ഉള്ളത് കൊണ്ട്. ആൻഡ് പിരിഡോസ്റ്റിഗ്മിൻ പറഞ്ഞു, ലോങ് ആക്ടിങ് ആൻഡ് നിയോസ്റ്റിഗ്മിൻ ആണ്. എൻഡ്രോഫോണിയം പറഞ്ഞു, ഷോർട്ട് ആക്ടിങ് സിന്തറ്റിക് ആന്റികോളിനെസ്റ്ററേസ് ആണ്. ഡയഗ്നോസ്റ്റിക് ഓഫ് മൈസ്തീനിയ ഗ്രാവിസ് അല്ലെങ്കിൽ ടെൻസിലോൺ ടെസ്റ്റ് നമ്മൾ ഇത് കൊടുക്കാറുണ്ട്. ഓക്കെ, സെൻട്രലി ആക്ടിങ് ആന്റികോളിനെസ്റ്ററേസ് ആണ്, ഗാലന്റമൈൻ, റിവാസ്റ്റിഗ്മൈൻ, ഡോണി പെൻസിൽ, ടക്രൈൻ അല്ലെങ്കിൽ ഹെപ്പാറ്റോടോക്സിക് ആയിട്ട് ടക്രൈൻ കേട്ടോ. യൂസ് ടു ട്രീറ്റ് ഡെമൻഷ്യ അസോസിയേറ്റ് വിത്ത് അൽഷിമർ ഡിസീസ്. സോ ഈ സെൻട്രലി ആക്ടിങ് ആൻറ്റി കോളിനെസ്റ്ററേസുകൾ എന്തിനു ഉപയോഗിക്കാറുണ്ട്, ഡിമെൻഷ്യ അസോസിയേറ്റ് വിത്ത് അൽഷിമേഴ്സ് ഡിസീസിൽ ഡിമെൻഷ്യയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സെൻട്രലി ആക്ടിങ് ആൻറ്റി കോളിനെസ്റ്ററേസ് കോമൺ യൂസ് ആണ് കേട്ടോ. ഇതിൽ ടക്രിൻ ഹെപ്പാറ്റോടോക്സിക് ആണ്, മറന്നു പോകരുത്. റിവാസ്റ്റിഗ്മിൻ ഹാസ് ബീൻ അപ്രൂവ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിമെൻഷ്യ ഇൻ അൽഷിമേഴ്സ് ആസ് വെൽ as പാർക്കിൻസോൺ ഡിസീസ്. അത് റിവാസ്റ്റിഗ്മിൻ ആണ് നമ്മുടെ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അതായത് ഡിമെൻഷ്യയ്ക്ക് ഇൻ അൽഷിമേഴ്സിലുണ്ടാകുന്ന ഡിമെൻഷ്യയ്ക്കും പാർക്കിൻസോൺസിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് ആര്, റിവാസ്റ്റിഗ്മിൻ. സോ നെക്സ്റ്റ് വൺ ഈസ് ഇറിവേഴ്സിബിൾ ആൻറ്റി കോളിനെസ്റ്ററേസ് ആണ്. എന്താണ്, ഇറിവേഴ്സിബിൾ ആൻറ്റി കോളിനെസ്റ്ററേസ് ആണ്. ദേ കോവാലന്റ്ലി ബൈൻഡ് ടു അസിറ്റൈൽകോളിനെസ്റ്ററേസ് ആൻഡ് സ്യൂഡോകോളിനെസ്റ്ററേസ്. ആരൊക്കെയാണ്, സ്യൂഡോകോളിനെസ്റ്ററേസിനെയും അസിറ്റൈൽകോളിനെസ്റ്ററേസിനെയും ബൈൻഡ് ചെയ്യുന്നു. ആര്, കോവാലന്റ്ലി ബൈൻഡ് ചെയ്യുന്നു, കോവാലന്റ്ലി ബൈൻഡ് ചെയ്യുന്നു, റിവേഴ്സിബിൾ. Okay, only ecotiopate has clinically application. Ecotiopate is useful in the glaucoma. So ഇതിൽ ecotiopate മാത്രമേ നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്നുള്ളൂ. സോ ecotiopate എന്തിനു ഉപയോഗിക്കുന്നത്, ഗ്ലൂക്കോമയ്ക്കാണ് ഉപയോഗിക്കുക. അട്രോപ്പിൻ ഈസ് ദ ആൻഡോട്ട് ഫോർ ബോത്ത് ഓർഗാനോഫോസ്ഫേറ്റ് ആൻഡ് കാർബമേറ്റ് പോയിസണിങ്. അട്രോപ്പിൻ എന്താണ്, ഓർഗാനോഫോസ്ഫേറ്റിനും കാർബൺ പോയിസണിനും ഉപയോഗിക്കാറുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എൻസൈം റിയാക്ടിവേഴ്സ് ലൈക്ക് pralidoxime, obidoxime, diacetyl monoxime are used in the organophosphate poisoning.
ഈ ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ് ആരൊക്കെ ഉപയോഗിക്കാറുണ്ട്? ഡൈ അസറ്റിൽ മോണോക്സൈം, ഒബിഡോക്സൈം, പ്രാലിഡോക്സൈം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ബട്ട് കോൺട്രാ ഇൻഡിക്കേറ്റ് ഇൻ കാർബമൈറ്റ് പോയിസണിങ്. കാർബമൈറ്റ് പോയിസണിങ് എന്ത് ചെയ്യാറുണ്ട്? ഇത് കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അട്രോപ്പിൻ ആണെങ്കിൽ ഓർഗാനോഫോസ്ഫേറ്റും കാർബമൈറ്റ് പോയിസണിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി എൻസൈം റിയാക്ടിവേറ്റിലേക്ക് പ്രാലിഡോക്സിം, ഒബിഡോക്സിം, ഡൈഅസറ്റിൽ മോണോക്സൈം ഒക്കെ ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യും? കാർബമൈറ്റിൽ ഇത് ചെയ്യുന്നു, കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ നെക്സ്റ്റ് നമ്മൾ അതിനൊന്ന് ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. യൂസ് ഓഫ് കോളിനർജിക് ഡ്രഗ്സ് ആണ്. മസ്കാരനിക് ഡ്രഗ് ആണെങ്കിൽ ഗ്ലൂക്കോമയുടെ ഡ്രഗ് ഏതൊക്കെയാണ്? പൈലോകാർപ്പിൻ, ഫൈസോസ്റ്റിഗ്മിൻ ആൻഡ് എക്കോടയോഫേറ്റ്. ഇനി അൽഷിമേഴ്സിനാണെങ്കിലോ ടാക്രിൻ, ഡോണി പെൻസിൽ, റിവാസ്റ്റിഗ്മിൻ, ഗാലന്റമൈൻ. ഇനി ബെലഡോൺ ആണെങ്കിലോ പോയിസണിങ്, ഫൈസോസ്റ്റിഗ്മിൻ. ആൻഡ് ഡയഗ്നോസ്റ്റിക് ഓഫ് ബ്രോങ്കിൽ ഹൈപ്പർ റിയാക്ടിവിറ്റി ആണെങ്കിൽ മെറ്റാക്ലോറൈഡ്. ഇനി അടുത്തത് പോസ്റ്റ് ഓപ്പറേറ്റീവിന് യൂസ് ചെയ്യാറുണ്ട്. ഇനി പാരലൈറ്റിക് ഇലിയം, പോസ്റ്റ് ഓപ്പറേറ്റീവ് പാരലൈറ്റിക് ഇലിയം ആണെങ്കിൽ ബെത്തക്കോൾ, നിയോസ്റ്റിഗ്മിൻ. ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂറിൻ റിട്ടൻഷൻ ആണെങ്കിൽ ബെത്തക്കോൾ ആൻഡ് നിയോസ്റ്റിഗ്മിൻ. ഇനി സെജോൺസ് സിൻഡ്രത്തിലാണെങ്കിൽ പൈലോകാർപ്പിൻ ആൻഡ് സെവിമെലിൻ. ഓക്കെ അല്ലേ? ആൻഡ് മസ്കാരനിക് യൂസ് ആണെങ്കിൽ റിവേഴ്സൽ ഓഫ് മസിൽ റിലാക്സിൻ ആണെങ്കിൽ നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ. മൈസ്തേന ഗ്രാവിസിനാണെങ്കിൽ ഡയഗ്നോസ്റ്റിക്കിന് യൂസ് ചെയ്യുന്നതാണ് എൻഡ്രോഫാനിയം. ട്രീറ്റ്മെന്റിനാണെങ്കിൽ നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ. ഇനി കോബ്ര ബൈറ്റിനാണെങ്കിൽ നിയോസ്റ്റിഗ്മിൻ, പിരിഡോസ്റ്റിഗ്മിൻ. ഒരു കാര്യം ചെയ്യണം, ഈ ഒരു ഗ്രാഫിലെ അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. യൂസുകൾ നമ്മൾ ക്ലബ്ബ് ചെയ്ത് തന്നിട്ടുണ്ട്, ഭയങ്കര സിമ്പിളായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും. സോ ഇതിൻ്റെ ബാക്കിലേക്ക് ഒന്ന് ഞാൻ റിവൈസ് ചെയ്ത് പോവാം. സെൻട്രലി ആക്ടിങ്, ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു അല്ലേ. മസ്കാരനിക് ആക്ഷൻ നമ്മൾ പറഞ്ഞു. സെൻട്രൽ ആക്ടിങ് പറഞ്ഞു. എന്താണ്? ഗാലക്ടമൈൻ, റിവാസ്റ്റിഗ്മിൻ, ഡോൺ പെൻസിൽ, ടാക്രിൻ ആണ്. ഇതൊക്കെ എന്താണ്? ഡെർമറ്റൈറ്റിസ് അസുഖ അൽഷിമേഴ്സിന് യൂസ് ചെയ്യാറുണ്ട്. റിവാസ്റ്റിഗ്മിൻ ആണ് അപ്രൂവ് ചെയ്തത് അൽഷിമേഴ്സിലും പാർക്കിൻസോണിസിലും ആൻഡ് ഡിമെൻഷ്യൻ അൽഷിമേഴ്സിൽ അപ്രൂവ് ചെയ്ത ഡ്രഗ്. ഇറിവേഴ്സിബിൾ ഉണ്ട്, കോവാലന്റ്ലി ബൈൻഡ് ചെയ്യുന്ന ആസിഡിൽ കൊളൈനെസ്റ്ററേസും സ്യൂഡോ കൊളിനെസ്റ്ററേസും ബൈൻഡ് ചെയ്യുന്നു. അതുമാത്രമല്ല ഇതിൽ എക്കോടയോഫേറ്റ് മാത്രമാണ് ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളത്. എക്കോടയോഫേറ്റ് ഗ്ലൂക്കോമയ്ക്ക് ഉപയോഗിക്കുന്നു. ഇനി അട്രോപ്പിന്റെ കാര്യം പറഞ്ഞു. ആൻഡ് കാർബമൈറ്റ് പോയിസണിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അട്രോപ്പിനാണ് ഓർഗാനോഫോസ്ഫേറ്റിൽ കാർബമൈറ്റ് പോയിസണിൽ യൂസ് ചെയ്യുന്നത്. എൻസൈം റിയാക്ടിവേഴ്സിലേക്ക് പ്രാഡോക്സിമും ഒബിഡോക്സിമും ഡൈഅസറ്റിൽ മോണോക്സൈം ഒക്കെ എന്ത് ചെയ്യുന്നു? ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിൽ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇൻ കാർബമൈറ്റ് പോയിസണിങ്ങിൽ കേട്ടോ. സോ യൂസുകൾ നമ്മൾ പറഞ്ഞു, സിമ്പിളാണ്. ഇച്ചിരി പാടാണ്, എനിക്കറിയാം. ഇത് പഠിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടായ കാര്യമാണ്. നിങ്ങളെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, ക്ലാസിഫിക്കേഷൻ പഠിക്കുക, യൂസ് പഠിക്കുക, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അധികമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൺഫ്യൂഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഇവിടെയാണ്. ആദ്യം ഈ അസറ്റിൽ കൊളൈൻ്റെ കേസിലായിരിക്കും നിങ്ങൾക്ക് ആദ്യം തുടങ്ങുക. ഫസ്റ്റ് ANS കാര്യത്തിൽ അത് ആദ്യം മനസ്സിലാക്കുക. ANS സിമ്പത്തറ്റിക്, പാരസിമ്പത്തറ്റിക് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ സ്വെറ്റ്ഗ്ലാൻഡ് എന്താണ്? അസറ്റിൽ കൊളൈൻ ആണ്. ബാക്കി ആരാണ്? എപ്പിനെഫ്രിനും ആൻഡ് നോർ എപ്പിനെഫ്രിനും. ഓക്കെ അല്ലേ? സോ സൊമാറ്റിക് മോട്ടോർ സിസ്റ്റം ഉണ്ട്. ആരാണ്? സ്കെൽറ്റൽ മസിലാണ് ഇവിടെ വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡ്രഗിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ANS. ഫസ്റ്റ് വൺ ഡ്രഗ് ആക്ടിങ് ഓൺ സിമ്പതി നെർവസ് സിസ്റ്റം. അവിടെ സിമ്പതോ മിമറ്റിക് ഉണ്ട്, സിമ്പതി ലൈറ്റിക് ഉണ്ട്. ഇനി ഡ്രഗ് ആക്ടിങ് ഓൺ പാരസിമ്പതി നെർവസ് സിസ്റ്റം, പാരാസിമ്പതോ മിമറ്റിക്കും ഉണ്ട്, പാരാസിമ്പതോ ലൈറ്റിക്കും ഉണ്ട്. ഇനി കൊളിനറി സിസ്റ്റം ഉണ്ട്. അവിടെ നമ്മൾ പറഞ്ഞ അസിറ്റൈൽകോളിൻ ഉണ്ടാവുന്നു, അതെന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ആവുന്നു അസിറ്റൈൽകോളിൻ എസ്റ്ററേസ് വെച്ചിട്ട്, പിന്നെ തിരിച്ച് അസിറ്റൈൽകോളിൻ ഉണ്ടാവാൻ വേണ്ടി തിരിച്ചത് പോകുന്നു. ഓക്കെ അല്ലേ? ഇനി ബോട്ടുലിനിയം ടോക്സിൻ എന്ന് പറഞ്ഞു. നമുക്ക് യൂസ്ഫുൾനെസ് ഉള്ള ഒരു ടോക്സിനാണ് ബോട്ടുലിനിയം ടോക്സിൻസ്, അത് ഓർമ്മ ഉണ്ടല്ലോ. ഇനി മസ്കാരനിക് റിസപ്റ്റർ പറഞ്ഞു. ആൻഡ് രണ്ടാമത് പറഞ്ഞു നിക്കോട്ടിനിക് റിസപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. റിസപ്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. കോളിനർജിക് റിസപ്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. M1 ആണെങ്കിൽ CNS GI, M2 ആണെങ്കിൽ ഹാർട്ട്, M3 ആണെങ്കിൽ ഗ്ലാൻഡ് സ്മൂത്ത് മസിൽസ്, M4 M5 ആണെങ്കിൽ CNS. ഓക്കെ, സോ നിക്കോട്ടിനിക് റിസപ്റ്റർ N1, NM അല്ലെങ്കിൽ N2 ഓർ NN, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ, ഓട്ടോണോമിക് ഗാംഗ്ലിയൻ, CNS സെൻട്രൽ മെഡുല്ല പറഞ്ഞു. സോ ജനറൽ എഫക്റ്റുകൾ പറഞ്ഞു. സോ ജനറൽ എഫക്റ്റുകളെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞു. സോ കൺഫ്യൂഷനായി പോകരുത്, ഏതിൻ്റെങ്കിലും ഒന്നും മനസ്സിലാക്കരുത്. ഇപ്പോൾ സ്ലോ ഹാർട്ട് റേറ്റ് ആണെങ്കിൽ ഏതിൻ്റെ മനസ്സിലാക്കുക. ഇതിൻ്റെ ജനറൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ എവിടെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുള്ളതിന് കോമൺ ഫാക്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് 2 കൊളിനർജിക് ഗ്രൂപ്പ് ഉണ്ട്, ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഉണ്ട്. കുറച്ച് ഡ്രഗ്സുകൾ എക്സാമ്പിൾ പറഞ്ഞു. ഇൻഡയറക്ട്ലി ആണെങ്കിൽ റിവേഴ്സിബിളും ഉണ്ട്, ഇറിവേഴ്സിബിളും ഉണ്ട്. ഓക്കെ അല്ലേ?
ആൻഡ് ഡയറക്ട്ലി ആക്ടിങ് കോളിനറിക് അസറ്റിൽകോളിൻ പറഞ്ഞു, മെത്താക്കോളൈൻ പറഞ്ഞു, ബെത്തക്കോൾ പറഞ്ഞു, കാർബമേറ്റ് പറഞ്ഞു, പൈലോകാർപ്പിൻ പറഞ്ഞു. ആൻഡ് പൈലോകാർപ്പിനും സെവി മെലൈനും എന്ത് ചെയ്യാറുണ്ട്, ഡ്രൈ മൗത്ത് അസോസിയേറ്റ് വിത്ത് സെജോൺസ് സെൻട്രസിൽ കൊടുക്കാറുണ്ട്. പിന്നെ മഷ്റൂം പോയ്സണിൽ അട്രോപ്പിനിൽ കൊടുക്കാറുണ്ട് കേട്ടോ. ഇൻഡയറക്ട്ലി ആക്ടിങ്ങിൽ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ. സോ അവിടെ നമ്മൾ ഫൈസോസ്റ്റിഗ്മിൻ പറഞ്ഞു, നിയോസ്റ്റിഗ്മിൻ പറഞ്ഞു, ആൻഡ് പിരിഡോസ്റ്റിഗ്മിൻ പറഞ്ഞു. ആൻഡ് സെൻട്രൽ ആക്ടിങ് അസൽകോളൈൻ എസ്റ്ററേസിൽ ജലൻഡമൈൻ, റിവാസ്റ്റിഗ്മൈൻ, ഡോണസലൈൻ ആൻഡ് ടാക്രൈൻ ഒക്കെയാണ് പറഞ്ഞത്. സോ റിവാസ്റ്റിഗ്മിൻ്റെ കാര്യം പറഞ്ഞു. റിവേഴ്സിബിൾ ആൻറ്റിക്കോളിൻ എസ്റ്ററേസിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. കോളിനർജിക് ഡ്രഗുകളും പറഞ്ഞു. സോ കുറച്ച് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോഴും പാട് തന്നെയാണ്, പക്ഷെ നന്നായിട്ട് ട്രൈ ചെയ്യുക, നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.